പാടായി കോളേജിലെ നിയമനത്തെ ചൊല്ലി കണ്ണൂർ കോൺഗ്രസിൽ ആഭ്യന്തര കലഹം കനത്തിരിക്കുകയാണ്. PSC മാനദണ്ഡം അനുസരിച്ചുള്ള സുതാര്യമായ രീതിയിലാണ് കോളേജിൽ നിയമനം നടക്കുന്നത് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും പരാതിയുടെ തെളിവടക്കം പുറത്തുവിട്ട് ഉദ്യോഗാർത്ഥി രംഗത്ത് വന്നതോടെ രംഗം കൂടുതൽ വഷളായിരിക്കുന്നു. നിയമനത്തിനായി 15 ലക്ഷം രൂപ MK രാഘവൻ കോഴ വാങ്ങി എന്നാണ് അഭിമുഖത്തിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥിയും യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ നിതീഷ് ആരോപിക്കുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ അണികളിൽ നിന്ന് നേതൃത്വത്തിലേക്കും എത്തിയിരിക്കുകയാണ് നിലവിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അങ്ങനെ ഒരു അവസരത്തിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ നേതൃത്വത്തിനാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിയമനത്തിൽ രാഘവന് തെറ്റുപറ്റി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കണ്ണൂരിലെ DCC നേതൃത്വവും. എന്നാൽ തനിക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് MK രാഘവന്റെ വിശ്വാസം. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ K സുധാകരൻ എന്ന് പറയാതെ പറയുന്നുമുണ്ട് അദ്ദേഹം. ഏതായാലും വലിയ പ്രതിഷേധമാണ് അണികൾക്കിടയിൽ നിന്ന് ഉയരുന്നത്. MK രാഘവന്റെ കണ്ണൂർ കുഞ്ഞിമംഗലത്തെ വീട്ടിലേക്ക് പ്രവർത്തകർ ഇന്ന് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് അണികളുടെ നിലപാട്. പ്രതിഷേധ മാർച്ച് കൊണ്ടൊന്നും തീരുന്നതല്ല വിഷയമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജിൻ മോഹൻ ഉൾപ്പെടെ നിരവധി പേർ നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു എന്നാണ് കണ്ണൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് MK രാഘവൻ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണമെന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാടായി കോളേജിലെ ഈ നിയമന കോഴ തന്നെയാണ്. ഇതെന്താണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഓക്കെ, എന്താണ് ഈ എന്താണ് ഈ വിവാദം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മാടായി ആർട്സ് ആൻഡ് കോളേജിലെ ഈ ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് നടന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത്. 7/12/2024 ശനിയാഴ്ച, ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് മാടായി കോളേജിൽ അഭിമുഖം നടക്കുന്നത്. 80ഓളം അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. 80ഓളം അപേക്ഷകർ ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ നിന്ന് നിയമനം ലഭിച്ചത് 4 പേർക്കാണ്. ഈ പ്രധാനമായും പരാതി പറയുന്നത് 2 പേരുടെ കാര്യത്തിലാണ്. ആ 2 പേരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ പരാതി വരുന്നു എന്ന് നോക്കിയാൽ AK ധനേഷ്, ഭരത് D പൊതുവാൾ, ഇങ്ങനെ 2 പേർക്ക് ഈ ഒരു അഭിമുഖത്തിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. ഈ 2 പേർക്കെതിരെയുള്ള പരാതിയാണ് നേരത്തെ നിതീഷ് എന്ന വ്യക്തി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് പരാതി എന്ന് നോക്കിയാൽ 15 ലക്ഷം കോഴ വാങ്ങി ഇവർക്ക് നിയമനത്തിന് സഹായം നൽകി MK രാഘവൻ MP എന്നാണ് ഈ നിതീഷിന്റെ, കല്യാശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ നിതീഷിന്റെ പരാതിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതിൽ തന്നെ കൂടുതൽ പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായി MP 10 ലക്ഷം വാങ്ങിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഒപ്പം നിയമനശേഷം 5 ലക്ഷം, അങ്ങനെ ആകെ മൊത്തം 15 ലക്ഷത്തിന്റെ കോഴയാണ് ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നാണ് പറയുന്നത്. പരാതിയുമായി ഉദ്യോഗാർത്ഥി തന്നെ ആണ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് വരും സമയങ്ങളിൽ കാണാം. ഇത്തരത്തിൽ 80ഓളം പേർ പങ്കെടുത്ത ഈ ഒരു അഭിമുഖത്തിൽ നിയമനം ലഭിക്കാനായി, അദ്ദേഹത്തിന്റെ ബന്ധുവിന് നിയമനം നൽകാനായി തന്നെ ഇത്തരത്തിൽ വലിയ ഒരു തുക MK രാഘവൻ MP കോഴയായി വാങ്ങിയിട്ടുണ്ട് ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എന്നാണ് ഈ പരാതി പറഞ്ഞ നിതീഷ് എന്ന വ്യക്തി പറയുന്നത്. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ 7-ാം തീയതിയാണ് ഈ ഒരു അഭിമുഖം നടക്കുന്നത്. അന്ന് തന്നെ ഈ ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന അധികൃതർക്ക് ഈ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് MK രാഘവന്റെ പ്രതിരോധം എന്നൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കുന്നത് പോലെയല്ല കോളേജിലെ നിയമനമെന്നാണ് DCC പ്രസിഡന്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ജോലി കിട്ടാത്ത എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ്. കിട്ടാതിരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ആളുകൾ എനിക്കറിയാം. അത് സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇപ്പം പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങൾ ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇളക്കി വിടുന്നു, പ്രകടനം നടത്തുന്നു, കോലം കത്തിക്കുന്നു. പ്രതീകാത്മകമായിട്ടാണല്ലോ കോലം കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ കത്തിച്ചതിന് തുല്യമാണല്ലോ. എൻ്റെ ഒരു കോലം കത്തിക്കുകയാണെങ്കിൽ എന്നെ കത്തിച്ചതിന് തുല്യമാണോ? ഏത് അതും കത്തിക്കുന്നത് കോൺഗ്രസ്സുകാരാ, അതും ആലോചിക്കണം, മറ്റു പാർട്ടിക്കാരല്ല.
ഇനി പരാതിക്കാരനായ ഉദ്യോഗാർത്ഥി ടി വി നിതീഷിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. 15 ലക്ഷം രൂപ കോഴ വാങ്ങിയാണ് ഈ നിയമനമെന്നാണ് നിതീഷിന്റെ ആരോപണം. അതുപോലെ അഭിമുഖ പാനലിലെ സർക്കാർ പ്രതിനിധിക്ക് അന്ന് തന്നെ ആ അഭിമുഖം നടന്ന 7-ാം തീയതി ശനിയാഴ്ച തന്നെ ഇങ്ങനെയൊരു പരാതി നൽകിയെന്നും നിതീഷ് പറയുന്നു. ഇവിടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി പരത്തി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയുടെ കോപ്പിയാണിത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ MP പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇത് സർക്കാർ പ്രതിനിധി ഇതിൻ്റെ കോപ്പി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടി അദ്ദേഹം ഇതിൽ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഈ പരാതിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് തന്നെയാണ് ഇപ്പോൾ മടായി കോളേജിൽ ജോലി കിട്ടിയിട്ടുള്ളതും. അവരിൽ നിന്ന് 10 ലക്ഷം രൂപയിൽ അധികം കോഴ വാങ്ങിയിട്ടും ആണ് ഈ നിയമനം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിതീഷിന്റെ കയ്യിൽ കണ്ട ആ പരാതി അഭിമുഖ പാനലിലെ സർക്കാർ പ്രതിനിധിക്ക് ആ 7-ാം തീയതി തന്നെ നൽകിയ പരാതിയാണ് ഇപ്പോൾ നിതീഷിന്റെ കയ്യിൽ നമ്മൾ കണ്ടത്. അതിൽ പറയുന്ന ഈ 2 പേരുകളാണ് ധനേഷിന്റേതും അതുപോലെ തന്നെ ഭരത് ദി പൊതുവാളിന്റേതും. ഇത്രയധികം ആളുകൾ പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ ഈ 2 പേർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഈ 2 പേരുടെ പേരുകൾ നേരത്തെ തന്നെ ഈ അഭിമുഖം നടക്കുന്ന അന്ന് തന്നെ പരാതിയായി സർക്കാർ പ്രതിനിധിക്ക് ആ ഉദ്യോഗാർത്ഥി നൽകിയതുമാണ്. എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് നേരത്തെ അറിയുന്നത്? ഞങ്ങൾക്ക് പ്രവചിക്കാൻ ഞങ്ങൾ ജ്യോത്സ്യന്മാരൊന്നും അല്ലല്ലോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ, കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇങ്ങനെ അഭിമുഖം നടക്കുന്ന അന്ന് തന്നെ ഈ 2 പേരുടെ പേര് പറഞ്ഞ് അവർ പരാതി നൽകുന്നു. ആ 2 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഈ ജന്മനാട്ടിലെ DCC തന്നെ എതിർക്കാൻ പുറപ്പെട്ടത് യാദൃച്ഛികമായി രാഘവൻ കരുതുന്നില്ല. വലിയ തരത്തിലുള്ള പ്രതിസന്ധി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പയ്യന്നൂർക്കാരൻ കൂടിയായ ACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അദ്ദേഹം കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം KPCC അധ്യക്ഷൻ K സുധാകരനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. DCC പ്രസിഡന്റിന്റെ തെറ്റായ നടപടി പ്രതിപക്ഷ നേതാവ് VD സതീശനെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. ഞങ്ങളുടെ പാർട്ടിയിലുള്ള കൊച്ചു പ്രശ്നങ്ങളെല്ലാം ഇരുന്ന് പ്രവർത്തകരെയും കൂടെ ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തീർക്കാനുള്ളൊരു മെക്കാനിസം ഞങ്ങൾക്ക് കേരളത്തിലുണ്ട്. അത് അവർ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ കുറച്ച് ശ്രീ MK രാഘവൻ്റെ കേസ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് MK രാഘവൻ. ഈ മാടായി കോളേജിലെ ഈ നിയമനത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു നാൾ വഴികൾ എങ്ങനെയാണ്? ഇനി ഈ വിഷയം ഏത് രീതിയിലേക്കാണ് പോകുന്നത്? കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മാടായി കോഓപ്പറേറ്റീവ് കോളേജിൽ 4 അനധ്യാപക തസ്തികകളിലേക്ക് നടന്ന നിയമനമാണ് വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഈ 4 നിയമനങ്ങളിൽ 3 നിയമനങ്ങൾ കോഴ വാങ്ങി ബന്ധുക്കളെ തിരികെ കയറ്റിയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്ഷേപം. ആരോപണത്തിന്റെ മുന നീളുന്നതാവട്ടെ MK രാഘവൻ MPക്ക് നേരെയും. നിയമനത്തിനായുള്ള അഭിമുഖം നടന്നത് കഴിഞ്ഞ 7-ാം തീയതി. അതിനു മുന്നേ തന്നെ നിയമനം സുതാര്യമായിരിക്കണം, കോൺഗ്രസ് പ്രവർത്തകർക്ക് നിയമനം നൽകണം, മറ്റ് DYFI അടക്കമുള്ള പാർട്ടികളിലെ പ്രവർത്തകർക്ക് നിയമനം നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 300ഓളം പേർ ഒപ്പിട്ട് ഒരു നിവേദനം DCCക്കും ഒപ്പം KPCCക്കും നൽകിയിരുന്നു. എന്നാൽ അതൊന്നും MK രാഘവൻ ചെവിക്കൊണ്ടില്ല എന്നാണ് ആരോപണം. ആ നിവേദനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് 7-ാം തീയതി അവിടെ മാടായി കോളേജിൽ അഭിമുഖ പരീക്ഷ നടക്കുന്നു. ആ അഭിമുഖ പരീക്ഷയ്ക്ക് വീക്ഷിക്കാനായി എത്തിയ MK രാഘവനെ 50ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ തടയുന്നു. ഈ തടയാൻ നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ ഭാരവാഹികളടക്കമുള്ള 5 ആളുകളെ DCC സസ്പെൻഡ് ചെയ്തു. പിന്നാലെയാണ് പ്രതിഷേധം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നത്. പല ഭാഗങ്ങളിൽ നിന്നായി പാർട്ടി ഭാരവാഹിത്വത്തിലുള്ള ആളുകളടക്കം രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. പാർട്ടിയിൽ നിന്ന് അത്തരത്തിൽ രാജി വലിയ തോതിൽ ഉണ്ടായതോടുകൂടി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഒരു ദൂതനായി DCC സെക്രട്ടറി രജിത് നാറാത്തിനെ കുഞ്ഞിമംഗലത്തേക്ക്, അതായത് മാടായിലേക്ക് വിടുന്നു. അവിടെ പാർട്ടി പ്രവർത്തകരുമായും നേതാക്കളുമായും DCC പ്രസിഡന്റിന് വേണ്ടി DCC സെക്രട്ടറി ഒരു ചർച്ച നടത്തുന്നു. ഈ 3 നിയമനങ്ങളും അംഗീകരിക്കില്ല, ആ 3 വിവാദ നിയമനങ്ങൾ അംഗീകാരം നൽകില്ല എന്ന് DCCക്ക് വേണ്ടിയുള്ള ഒരു ഉറപ്പ് രജിത് നാറാത്ത് DCC സെക്രട്ടറി ഇവിടുത്തെ പ്രവർത്തകർക്ക് നൽകുന്നു.
ഈ ഉറപ്പ് നൽകി പിറ്റേന്ന്, അതായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ തന്നെ ഈ വിവാദമായിട്ടുള്ള 3 പേർക്കും നിയമനം നൽകുകയാണ് മാടായി കോളേജ് ഭരണസമിതി ചെയ്തത്. അതോടുകൂടിയാണ് വലിയ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നായി ഉയരുന്നത്. MK രാഘവന്റെ കോലവുമായി പഴയങ്ങാടിയിലടക്കം ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. പ്രവർത്തകർ, ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. രാഘവന്റെ കോലം കത്തിക്കുന്നു. അതിനിടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഒപ്പം ഈ കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ഒന്നാകെ പാർട്ടിയുമായി ഭിന്നിച്ച് പുറത്തേക്ക് രാജി നൽകി പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഇങ്ങനെ MK രാഘവനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നത്. നിയമനങ്ങളൊക്കെ സുതാര്യമായിരുന്നുവെന്നാണ് MK രാഘവന്റെ വാദം. PSCയുടെ നിയമമനുസരിച്ച് തന്നെയാണ്, കൃത്യമായി അത്തരം ടേംസുകളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൂടെ നിയമനം നൽകിയിട്ടുള്ളത്. അതാണ് 4 നിയമനങ്ങളും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോഴയോ മറ്റ് ആരോപണങ്ങൾക്കോ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞ് ആരോപണങ്ങളെ അപ്പാടെ MK രാഘവൻ തള്ളിക്കളഞ്ഞു. പക്ഷേ അങ്ങനെ ആരോപണങ്ങളെ തള്ളിക്കളയുമ്പോഴും ചില മുനവെച്ച വാക്കുകൾ ഇന്ന് MK രാഘവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത് പറയാതെ പറയുന്നത്, അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് KPCC അധ്യക്ഷൻ K സുധാകരനെതിരെയാണ്. K സുധാകരൻ്റെ സ്വന്തം ജില്ലയിൽ തനിക്കെതിരെ ഉയർന്നു വരുന്ന ഇത്തരം വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, കോലം കത്തിക്കലുകൾ ഒക്കെ അതിനൊക്കെ പിന്നിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് MK രാഘവൻ പറയുന്നത് പേരെടുത്ത് പറയാതെ K സുധാകരനെതിരെയും ഒപ്പം K സുധാകരൻ്റെ നോമിനിയായ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെതിരെയുമായിരുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് പറയുന്നതിലൂടെ പാർട്ടി തനിക്ക് പിന്നിലാണ്, പാർട്ടിയുടെ പിന്തുണയോടുകൂടി ആണ് തൻ്റെ നീക്കങ്ങളെന്ന് സ്ഥാപിച്ചെടുക്കാനും MK രാഘവൻ ശ്രമിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ പോലും ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വിവാദമായി മാടായി കോളേജിലെ നിയമന വിവാദം മാറിയിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയമായി ഇതിൻ്റെ ഒരു പ്രാധാന്യം. അതായത് K സുധാകരനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സുധാകരനെതിരെ ഒരു പോർമുഖം തുറന്നിടുകയാണ് ഈ വിവാദങ്ങളിലൂടെ MK രാഘവൻ ചെയ്യുന്നത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെയും ഒപ്പം A വിഭാഗത്തിൻ്റെയും പിന്തുണ ഉറപ്പിച്ച് K സുധാകരനെതിരെ ഒരു മൂവ്മെൻറ്റിന് ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് തനിക്കെതിരെ നടക്കുന്ന ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ, അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് സുധാകരനാണ്, അല്ലെങ്കിൽ സുധാകരൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നതെന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഒപ്പം പാർട്ടിയുടെ പിന്തുണ തനിക്കുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു MK രാഘവൻ. അതായത് ഈ ഭരണസമിതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഈ ഭരണസമിതിയിൽ ആകെ ഉണ്ടായിരുന്നത് 11 അംഗങ്ങളാണ്. ആ 11 അംഗങ്ങളിൽ 5 പേരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ടത്. അതായത് ഈ 5 പേർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പാർട്ടി പോകുമ്പോൾ ഈ നിയമനം അല്ലായിരുന്നുവെന്ന് DCC നേതൃത്വം അരക്കിട്ടുറപ്പിക്കുകയാണ്. അല്ലെങ്കിൽ DCC നേതൃത്വത്തിൻ്റെ ഒരു കണ്ടെത്തൽ ഈ നിയമനം സുതാര്യമല്ല എന്നാണ്. സ്വാഭാവികമായും ആ നിയമനത്തിന് ചുക്കാൻ പിടിച്ച അതിൻ്റെ സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് MK രാഘവനും അതിൻ്റെ ഒരു ധാർമ്മിക ബാധ്യത ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ധാർമ്മിക ബാധ്യത തൻ്റെ തലയിലേക്ക് എത്തുന്നത് തടയുകയും ഒപ്പം തനിക്കെതിരെ ഈ ഗൂഢാലോചന നടത്തുന്നത് സുധാകരനും സുധാകരൻ്റെ നോമിനിയായിട്ടുള്ള കണ്ണൂർ DCC പ്രസിഡന്റും ചേർന്നാണെന്ന് വരുത്തി തീർക്കുന്നതോടെ ഈ വിവാദങ്ങളിൽ നിന്ന് പതിയെ തലയൂരുകയും ഒപ്പം സുധാകരനെതിരായി ഒരു രാഷ്ട്രീയമായ ഒരു പോർമുഖം തുറന്നിടുകയും ചെയ്യുക എന്നതാണ് MK രാഘവൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അത്ര പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ നിന്ന് തലയൂരാൻ MK രാഘവന് കഴിയുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം കണ്ണൂർ കോൺഗ്രസിനകത്ത് തന്നെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ കുഞ്ഞിമംഗലത്തെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഈ വിഷയം ഇതുപോലെ തന്നെ പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.